ഹായ് മക്കളെ, 2 ദിവസം മുമ്പ് ഞാൻ ഹൈലൈറ്റ് എന്നൊരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ പറയാണ്, ഞാൻ +1 +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, ഫുൾ ഉഴപ്പിയതാണ്, +2 ആകെ 65% മാർക്കേ ഉള്ളൂ, +2 ശേഷം ഇനി എന്താക്കുന്നൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് സാർ ഏതൊരു CUET കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ വെറുതെ ഒരു ലാസ്റ്റ് ഓപ്പ് എന്നുള്ള രീതിയിൽ CUET ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തു. ആൻഡ് അവൾക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ അവിടെയാണ് പഠിക്കുന്നത്. അവൾ പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ് സാറേ, നല്ല കോളേജാണ്, ചുറ്റും അടിപൊളി ആൾക്കാരാണ് എന്ന് പറഞ്ഞ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഇതേപോലെ തന്നെ 2-3 ആഴ്ച മുമ്പ് ട്രെയിനിൽ നിന്ന് കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അത്ര നല്ല ബ്രാഞ്ച് ഒന്നുമല്ല. എൻ്റെ അവന് +2 ഇതേപോലെ വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പറയണത് ഇപ്പം ഭയങ്കര സുഖമാണ് സാർ, എല്ലാം സൂപ്പർ ആൾക്കാരാണ്, ഞാനിപ്പോൾ കോഡിംഗ് ഒക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്, ലൈഫ് എന്താണ് രക്ഷപ്പെടുന്നുള്ളൊരു തോന്നലൊക്കെ വന്നു എന്നുള്ളത്. അപ്പം ഈ കഥ ഞാൻ നിങ്ങളോട് പറയുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം നിങ്ങളുടെ കൂടെ തന്നെ എഴുതിയ 2 മക്കൾ എന്തില്ല ഇപ്പം ഈ ലോകത്തില്ല. ഒന്ന് തിരുവനന്തപുരത്തുള്ള ഒരു പയ്യനും അതേപോലെ തന്നെ കോഴിക്കോട് വടകരയുള്ള ഒരു പെൺകുട്ടിയാണ് എന്ത് ചെയ്തത്, ഇംഗ്ലീഷ് പരീക്ഷ ടഫായപ്പം ആത്മഹത്യ ചെയ്തത്. അല്ല, എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തുള്ള പയ്യന് +1 ഫുൾ A+ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അമ്മയ്ക്കൊരു ഒരു കത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പരീക്ഷകൾ പഠിച്ചതൊന്നും ഓർമ്മയായിട്ടില്ല എന്നൊക്കെ കരുതിയിട്ട് അവൻ ഇപ്പം നമ്മളുടെ കൂടെ ഇല്ല. അപ്പം ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഒരുപാട് കുട്ടികൾ ആകെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നത്തിലേക്കാണ് അല്ലേ. പക്ഷേ എന്ത് ചെയ്യും, ഇനി അങ്ങോട്ട് മാർക്കില്ലെങ്കിൽ ഇനി എൻ്റെ ലൈഫ് ആകെ പ്രശ്നമാവില്ല എന്നൊക്കെ കരുതുന്നു. പക്ഷേ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ലൈഫിലെ ഈ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചില ഹിന്ദി സിനിമയിലൊക്കെ കാണല്ലേ, വലിയൊരു ഹാള്, ചുറ്റും ഓരോ സൈഡിലും ഒരുപാട് ഡോറുകൾ. അപ്പം അങ്ങനെയുള്ളൊരു റൂമായിട്ടാണ് നിങ്ങൾ ഈ സക്സസ്സിനെ കാണുന്നത്. അതായത് നിങ്ങളുടെ +2 പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത് അതിലെ ഏതെങ്കിലും ഒരു വാതിൽ മാത്രമാണ്. ആ വാതിൽ തുറക്കാൻ പറ്റില്ല, അടഞ്ഞു കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഒരുപാട് വാതിലുകൾ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് +2 പരീക്ഷയോ 10ാം ക്ലാസ് പരീക്ഷയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കൊന്നും എന്തല്ല, നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുന്നതിൻ്റെ അവസാന ഘടകമല്ലാന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം. നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് വാതിലുകൾ ഇനിയും തുറക്കപ്പെടാനുണ്ട്. അതായത് ഞാൻ 2 ആൾക്കാരെ ഫോട്ടോ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവരെ 2 ആൾക്കാരെ ഒരു പക്ഷേ അറിയായിരിക്കും അല്ലേ. ഇയാൾ എന്തായാലും അറിയായിരിക്കും, ഇയാൾ മറ്റേടാ KFCയുടെ ചങ്ങായി, യെസ്, കേണൽ സാൻഡേഴ്സ്. അപ്പം മൂപ്പര് നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചു KFCയിൽ ഒരു വയസ്സിൻ്റെ ഫോട്ടോ, അയാൾ ചെറുപ്പത്തിലെ ഫോട്ടോ കൊടുക്കായിരുന്നില്ലേ. പക്ഷെ ഇങ്ങനെ KFC സ്റ്റാർട്ട് ചെയ്തത് 65ാം വയസ്സിലാണ്. അതായത് ആ 65 വയസ്സ് വരെ ഭയങ്കര കഷ്ടപ്പെടായിരുന്നു മൂപ്പരുടെ ജീവിതം. അതായത് മോസ്റ്റ് ഓഫ് ദ ടൈം സ്വന്തമായിട്ട് വീട് പോലും ഇല്ല, സ്വന്തം വാനിലാണ് താമസിച്ചത്. 65 വയസ്സിൽ KFC സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഏകദേശം 1000-ഓളം ആൾക്കാരുടെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ KFCയുടെ ഐഡിയ മൂപ്പര് പിച്ച് ചെയ്തിട്ടുണ്ട്. 1001ാമത്തെ ആളാണ് എന്ത് ചെയ്തത്, ആക്സെപ്റ്റ് ചെയ്തത്. ഇതേപോലെ തന്നെ ഇവരൊരു പക്ഷേ നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ ഹാരി പോട്ടർ എഴുതിയ JK റൗളിംഗ് ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20ാം വയസ്സിൽ ഡൈവേഴ്സായിട്ട് ഒരു സിംഗിൾ മദറായിട്ട് ഫുള്ള് ഡിപ്രഷനോടൊക്കെ മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഏതോ ഒരു കോഫി ഷോപ്പിലിരുന്ന് എഴുതിയ നോവല് 12 പബ്ലിഷേഴ്സിനെ കാണിച്ചപ്പോൾ അവരൊക്കെ റിജക്റ്റ് ചെയ്തപ്പം 13ാമത്തെ പബ്ലിഷറാണ് എന്ത് ചെയ്തത്, അത് ആക്സെപ്റ്റ് ചെയ്തത്. ആൻഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെടുന്ന ഒരു സീരീസ് നോവലിൻ്റെ ഉപജ്ഞാതാവാണ്, അല്ലെ നോവലിൻ്റെ എഴുത്തുകാരിയാണ്. ആൻഡ് ബാക്കി സാമ്പത്തിക ഇതൊക്കെ നിങ്ങൾക്കും തന്നെ അറിയാവുന്നതല്ലേ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവരൊക്കെ 1, 2, 3, 4 വാതിലുകളെല്ലാം ചെയ്തത് തുറക്കാൻ ശ്രമിച്ചത്, പക്ഷേ ആയിരക്കണക്കിനും 12 വാതിലുകൾ മുട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്, അവർക്ക് 13ാമത്തത് JK റൗളിങ്ങിന് തുറക്കപ്പെട്ടത്. അപ്പം നിങ്ങൾ ആലോചിച്ചേക്ക്, +2 മാർക്ക് എല്ലാത്തിൻ്റെ അവസാനമാണോ? അല്ലല്ലേ. ഇപ്പം എൻ്റെ ഒരു കേസ് തന്നെ ഞാൻ ഈ ഒരു കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതായത് നിങ്ങൾ എന്താണോ ഇപ്പോൾ +2 അനുഭവിക്കുന്നത്, അതേ സാധനം 10ാം ക്ലാസ്സിൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതായത് 10ാം ക്ലാസ്സിൽ വീട്ടുകാരുടെ പ്രഷർ, വീട്ടുകാരുടെ പ്രതീക്ഷ, എല്ലാ സാധനമായിട്ട് എനിക്ക് ഭയങ്കര മാർക്ക് വരുന്നു. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് പാളിയിട്ടുണ്ടെന്ന്. അന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്ന്, ബോംബെയിലൊക്കെ നാട് വിട്ടു. പക്ഷെ അതിൻ്റെ പേടി കാരണം എന്താ ഞാൻ നിന്നത്. പക്ഷെ ആ 10ാം ക്ലാസ്സോടെ അവസാനിക്കല്ല എൻ്റെ ജീവിതം തുടങ്ങിയത്. കാരണം +1ഉം +2 എന്താ ആ 2 വർഷം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു 5 ആൾക്കാരിൽ ഒരാൾ ഞാനായിരിക്കും. ഞാൻ +2ൻ്റെ കൂടെ തന്നെ അന്നത്തെ JEE എഴുതിയിട്ട് കോഴിക്കോട് NITയിൽ എനിക്ക് BTech കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടി. അതായത് 10ാം ക്ലാസ്സിൽ എന്ന വാതിൽ തുറക്കാതിരുന്നപ്പം +1 +2 എന്ന വാതിൽ ഞാൻ തള്ളി തുറക്കുക ചെയ്തത്. ഇവരൊക്കെ നിങ്ങളിങ്ങനെ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ചുമ്മാ ഇങ്ങനെ വാതിലുകളും നോക്കി അവരൊന്നും നിന്നതല്ല, ഓരോ വാതിലുകളും പോയി മുട്ടിയിട്ടുണ്ട്, തള്ളി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചും അതാണ്
+2 മാർക്ക് ഒന്നല്ല ഒരു വാതിൽ മാത്രമാണ്, അതല്ലെങ്കിൽ 100 കണക്കിന് വാതിലുകൾ ചുറ്റുണ്ട്. തള്ളി തുറക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പം നിങ്ങളെ പറ്റി തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ +2 മാർക്ക് കുറവാണ്, അടുത്ത കോളേജ് അഡ്മിഷൻ എന്ത് കിട്ടും, അത് നല്ല കോളേജ് കിട്ടൂല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മുന്നിൽ എന്തുണ്ട്? 2 ഓപ്ഷൻ ഇപ്പോഴും ഇല്ലേ? CUET എഴുതി കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂലേ? അതേപോലെ തന്നെ കീമിന് ഒരു മാസം നിങ്ങളൊന്ന് മര്യാദയ്ക്ക് പഠിച്ചാൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫീസൊന്നും കൊടുക്കാതെ എഞ്ചിനീയറിംഗ് പഠിക്കാം. അവിടെ നിങ്ങൾക്ക് കുറേ നല്ല സൗഹൃദങ്ങളുണ്ടാവും. ഒരുമിച്ച് കോഡ് ചെയ്ത് ഒരുമിച്ച് പ്രൊജക്റ്റുകൾ ചെയ്താൽ ഒരു പക്ഷേ 4 വർഷം കഴിയുമ്പോൾ ഒരു NIT-യിലോ IIT-യിലോ പഠിച്ച ആൾക്കാരെക്കാളും നല്ല സാലറിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ ആ വാതിലുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ തള്ളി തുറക്കാൻ നോക്കുക തന്നെ ചെയ്യണം കേട്ടോ. വെറുതെ മാറി നിൽക്കുകയല്ല വേണ്ടത്. ആൻഡ് ഒന്നിൻ്റെ അവസാനമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പരീക്ഷ ഇപ്പോൾ എത്ര ടഫാണെങ്കിലും മാർക്ക് എത്ര കുറഞ്ഞാലും എന്താണ്, അടുത്തൊരു വാതിലിന് മുന്നിൽ നിങ്ങൾ നിൽക്കുക തന്നെ വേണം. ആൻഡ് ഏറ്റവും അവസാനമായിട്ട് എനിക്ക് നിങ്ങളുടെ പാരൻസിനോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ പാരൻസിനും കൂടെ ഷെയർ ചെയ്യുക. അതായത് ഒരുപാട് മക്കൾ എന്നോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ, സാറേ പാരൻസിൻ്റെ പ്രതീക്ഷ അവരെന്നെ അങ്ങനെ വളർത്തിയതല്ലേ എന്നുള്ളത്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അവർ +2 നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അവർക്ക് അഷ്യൂർ ചെയ്യണം. അതായത് +2 എത്ര മാർക്ക് കുറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നീ എൻ്റെ മോൻ തന്നെയായിരിക്കുന്നു, നിൻ്റെ കൂടെ അവസാനം വരെ ഞാൻ ഉണ്ടാവുമെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരൊറ്റ അഷ്വറൻസ് നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താണ്, അവർ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി പഠിക്കും, നല്ല മാർക്കിലേക്ക് എത്തും, നല്ല ഉയരങ്ങളിലേക്ക് എത്തും. സോ പൊന്നുമക്കളെ, എനിക്ക് നിങ്ങളോട് പറഞ്ഞ ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്, ഒരൊറ്റ വാതിലും അവസാനത്തെ വാതിലുള്ള എല്ലാം ഒരുപാട് വാതിലുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ നിങ്ങൾ വാതിലുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. തള്ളി തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് പറ്റിയില്ല, അത് അല്ലെങ്കിൽ മറ്റേതെന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു വാതിൽ നിങ്ങൾ തുറക്കുക തന്നെ വേണം. ലൈഫിൽ വലിയ ഉയരങ്ങളിൽ എത്താൻ വേണം. ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ.